നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബ്ലാത്തിങ്കര എന്ന് പറയുന്ന സ്ഥലത്ത് അൽമ എന്ന് പറയുന്ന ഈ 33 വയസ്സുകാരിയെ വിഷ്ണു കൊലപ്പെടുത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമല്ല, അവിഹിതം തന്നെയാണ്. ആ വിഹിതം എങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൂച്ചകൾക്കും പട്ടികൾക്കുമുള്ള ഫുഡ് അത് ഡെലിവറി ചെയ്യുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു പയ്യൻ തന്നെയാണ് ഈ സാധനം കൊണ്ടു കൊടുക്കുന്നത്. അവർ തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതൊന്നും തെളിവൊന്നുമില്ല കേട്ടോ. തെളിവൊന്നും ചോദിച്ചിട്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. അതായത് മൈക്കും കൊണ്ട് നീട്ടിയിട്ട് പോകുമ്പോൾ ചില ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ എന്ന് പറഞ്ഞാൽ അവന്മാർ കണ്ടൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് മാത്രം മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെലിവറിക്കാർക്ക് കൃത്യമായിട്ട് അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഏത് ആപ്പിൽ നിന്നാണ് ആരാണ് ഇവിടെ വരുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാലോ. ഒരാൾ പോലും കണ്ടിട്ടുമില്ല. പക്ഷേ വിഷ്ണു പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഭാര്യനെ അവിഹിതത്തിൽ എനിക്ക് സംശയമുണ്ട്, ഭാര്യ ശരിക്കും ക്ലിയർ അല്ല, ഭാര്യ അവൻ്റെ കൂടെ കിടക്ക വരെ പങ്കിട്ടിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിഷ്ണു സമ്മതിച്ചിട്ടായിട്ടുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇനിയിപ്പോൾ എല്ലാ കുറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയുടെ മേലെ ആയിരിക്കാം, അവർക്കുണ്ടായിരിക്കാം. ചിലപ്പോഴും പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ അറിയാം, അതായത് നമ്മളൊക്കെ വിശ്വസിച്ചവരായിരിക്കും ഏറ്റവും വലിയ എന്താ പറയേണ്ടത് കുറ്റക്കാരെന്ന് ഞാൻ പറയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഏതായാലും വിഷ്ണു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പറ്റിയിട്ട് അവരുടെ ടീച്ചേഴ്സിനായാലും സ്റ്റുഡൻറ്റിനായാലും അവർക്കൊക്കെ പറയാനുള്ളത് നല്ലത് മാത്രമാണ്. മറ്റുള്ള അധ്യാപകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റോങ് ആയിട്ടുള്ള തമാശ വരെ പറയും. പക്ഷേ വിഷ്ണു ഒരു ഭയങ്കരമായിട്ടുള്ള അധ്യാപകൻ തന്നെയാണ്. കാരണം അത്രയും നല്ല എന്താ പറയുക, പഠിപ്പിക്കാനായാലും എല്ലാത്തിനും സംസാരിക്കാനായാലും ഒക്കെ ഭയങ്കര മിടുക്കൻ തന്നെയാണ്. പക്ഷേ ഈ മിടുക്കൻ്റെ ഉള്ളിലുള്ള ഒരു ക്രിമിനൽ വാസനയെ നമ്മളാരും കണ്ടില്ല. നാട്ടുകാർ നോക്കുമ്പോഴോ വീട്ടുകാർ നോക്കുമ്പോഴോ കുട്ടികൾ നോക്കുമ്പോഴോ ഒന്നും കാണില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളൊരു സൈക്കോ ആയിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്കുള്ള ആ ഒരു പ്രശ്നം, അതായത് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ശേഷി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇയാൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആണത്തത്തെ ബാധിക്കുമോ, ഇല്ലെങ്കിൽ ഇതാരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ എന്താ പറയേണ്ടത് എല്ലാവരും എങ്ങനെ പ്രതികരിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പല ആണുങ്ങൾക്കുള്ളൊരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളില്ലെങ്കിൽ അത് പെണ്ണുങ്ങളുടെ കുറ്റമാണ് എന്നൊക്കെ പറഞ്ഞങ്ങ് ഒഴിവാകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ വിഷ്ണുവിൻ്റെ കാര്യത്തിലും ചിലപ്പോഴും എല്ലാവരോടും പറഞ്ഞത് അൽമയുടെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അൽമക്ക് കുട്ടികളുണ്ടാവില്ല എന്ന് തന്നെ ആയിരിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ തമ്മിൽ ഡിവോഴ്സിന് വേണ്ടിയിട്ട് ചോദിച്ചു, അങ്ങനെ ഡിവോഴ്സ് തരില്ല എന്ന് വിഷ്ണു തന്നെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. പല ആൾക്കാരും പല കാര്യങ്ങളുമാണ് പറയുന്നത്. പിന്നെ മറ്റൊരു സഹോദരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇയാൾ ജീവിച്ചത് മുഴുവൻ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇയാൾക്ക് മൃഗങ്ങളുമായിട്ട് ഒരു സ്നേഹവും ഇല്ലായിരുന്നു, പക്ഷേ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് മൃഗസ്നേഹിയായി. പിന്നീടെന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെയും കൊണ്ട് തിരുവനന്തപുരത്ത് ആശുപത്രി പോകുന്നത് മുഴുവൻ വിഷ്ണുവാണ്. അങ്ങനെ അവൻ്റെ മാറ്റങ്ങൾ ഞങ്ങൾ തന്നെ അത്ഭുതത്തോടു കൂടി നോക്കി നിന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഈ ഒരു പ്രശ്നങ്ങൾ, അതായത് ഇയാൾക്ക് ശരിക്കും പറഞ്ഞാൽ ലൈംഗിക ശേഷി പോലെ ഇല്ലാത്തത്, അത് മറ്റുള്ളവരറിയുമോ? ഇനി എൻ്റെ ഭാര്യ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭാര്യയിലൂടെ മറ്റുള്ളവരറിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, ഞാനൊരു അധ്യാപകനും കൂടിയാണ് എന്നുള്ള ഒരു വലിയൊരു മാനസിക സംഘർഷം ഇയാൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ ഭാര്യ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത, അല്ലെ ഭാര്യയ്ക്ക് ഇഷ്ടവും ഇയാൾക്ക് ഇഷ്ടവും ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇയാൾ ചെയ്യാൻ നിർബന്ധിതനായിട്ടുണ്ടാകും. അതായത് ഭാര്യ പറയുന്നത് പോലെ കേൾക്കേണ്ടി വരും. പിന്നെ ചിലപ്പോഴും തന്നെ മൃഗങ്ങളെ ഇഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ ഭാര്യ എങ്ങനെയെങ്കിലും തൻ്റെ കൂടെ നിർത്തുക എന്നുള്ളത് മാത്രമായിരിക്കും അയാളുടെ ലക്ഷ്യം. അങ്ങനെ ഇരിക്കുകയാണ് ഭാര്യ പറയുന്നത്, ഞാൻ പോവുകയാണ്, എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിലെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഇത് തന്നെയുണ്ട്, ഒരു കുറ്റം തന്നെയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാർ ആരായി കഴിഞ്ഞാലും കൂടുതൽ സോഷ്യൽ മീഡിയ നോക്കും. അതായത് അവർക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കണ്ടന്റിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, വ്യൂസ് കൂടുന്നുണ്ടോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അതൊക്കെ കാണുമ്പോൾ വിഷ്ണു വിചാരിക്കുന്നത് എന്താ പറയുക, 24 മണിക്കൂറും ഇവൾ മൊബൈലിലാണ്, ഇവൾക്ക് എന്നെക്കാട്ടി സ്നേഹം എപ്പോഴും മൊബൈലിനോടാണ് എന്നുള്ളൊരു തോന്നിച്ചു വന്നിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു കലഹത്തിൻ്റെ ഇടയ്ക്ക് ചിലപ്പോഴേ അൽമ പറഞ്ഞിട്ടുണ്ടാകും, എന്നെ അങ്ങ് വിട്ടേരെ, എന്നെ അങ്ങ് വിടണം, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരി മുഖേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്തേക്ക് പോവുകയാണ്, അങ്ങനെ ഒരു വിസയും കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു തത്രപ്പാടിലായിരിക്കും അൽമ. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവളെ എന്നേക്കുമായി എനിക്ക് നഷ്ടപ്പെടും. അതുമാത്രവുമല്ല, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെണ്ണ് വരില്ല. ഇനി വന്നു കഴിഞ്ഞാൽ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ എനിക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ എനിക്ക് കഴിയില്ല. ഇയാളെ മിക്കവാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആലോചിച്ച് ഇയാളൊരു സൈക്കോ ആയിട്ടുണ്ടാകും. അങ്ങനെ ഇപ്പോഴേ ഇതൊക്കെ ഒന്ന് കഴിച്ചാൽ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അങ്ങ് പോയിക്കോട്ടെ, അതായത് അവരെ കൊലപ്പെടുത്തി, അത്രയേ ഉള്ളൂ.
അവരെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ എന്താ, പിന്നെ ജയിലല്ലേ, അത് നോക്കാം എന്നുള്ള തരത്തിലായിരിക്കാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയെങ്കിലും സഹോദരങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പൊന്നു മക്കളെ, ഇങ്ങനെയുള്ള സൈക്കോകൾ എടുക്കാൻ നിങ്ങൾ ഒരു പ്രാവശ്യം പോലും നിൽക്കരുത്, ഒരു മിനിറ്റ് പോലും നിൽക്കരുത്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ ഒരു വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. ആ പ്രണയിക്കുമ്പോൾ നമുക്ക് പലതും തോന്നും, പക്ഷേ യാഥാർത്ഥ്യ ജീവിതത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് തോന്നും, അയ്യോ നമ്മൾ വെറുതെ ആയിപ്പോയി എന്ന്. അവിടെയാണ് നമ്മൾ പ്രതികരിക്കുക, പിന്നീടാണ് പ്രശ്നങ്ങൾ അങ്ങ് പൊട്ടി പുറപ്പെടുക. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ബന്ധങ്ങളും കൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ തുടരാൻ നിൽക്കരുത്, നിങ്ങളുടെ ജീവൻ ആപത്താകും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി അവിഹിതം ഉണ്ടോ, അതാണ് എൻ്റെ ചോദ്യം. അതായത് അവിഹിതം എന്ന് പറയുന്ന അവർ ആ ഒരു പയ്യനുമായിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നോക്കുക. ഇതെന്ന് പറയുന്ന സഹോദരനറിയില്ല, കൂട്ടുകാർക്കറിയില്ല, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. ഇയാൾ പറഞ്ഞത് മാത്രമേ അവർക്കറിയുള്ളൂ. അതായത് ഭാര്യ കടപ്പറ പങ്കിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ അവനാണ് സ്ഥിരമായിട്ട് വരുന്നത്, അവനെ സ്ഥിരമായിട്ട് വിളിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഇന്ന് വലിയ ഇതൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിമിഷ നേരങ്ങൾക്കുള്ളിൽ കണ്ടുപിടിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നും ഒന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്. ചിലപ്പോൾ പറയാൻ പറ്റൂല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മനസ്സൊന്നൊക്കെ വിട്ടിട്ട് എന്നാൽ പിന്നെ ശരി അവനെ കൊണ്ടൊന്നും പറ്റൂല, എന്നാൽ ഇവൻ വരട്ടെ എന്നുള്ള തരത്തിൽ നിന്നിരുന്നോ, അങ്ങനെ പിടിച്ചിരുന്നോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അയൽവാസികളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് വിഷ്ണുവിൻ്റെ കർശന നിലപാടായിരിക്കാം. അതായത് നീ അയൽവാസികളോട് പോയി കഴിഞ്ഞാൽ പലതും അവർ ചോദിക്കും, അവർ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ പലതും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അയൽവാസികളിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ചിരിക്കുകയാണ് വിഷ്ണുവും ശരിക്കും അൽമയും. കാരണം ഇത് തന്നെ പ്രശ്നം. അതായത് അവർ തമ്മിൽ അങ്ങനെ അടുത്ത് കഴിഞ്ഞാൽ പല കാര്യങ്ങളും, പല സ്വകാര്യമായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ലീക്കാവും. അതിലെന്ന് പറഞ്ഞാൽ തനിക്ക് കുട്ടികൾ ഉണ്ടാകാത്ത കാര്യം വരെ ഉണ്ടാകും. ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിഷ്ണു എന്ന് പറയുന്നവന് ഒരു കഴിവുമില്ല. അവൻ്റെ കഴിവുകേടുകളെല്ലാം വെളിയിൽ വരും എന്നുള്ള ഒരു സംശയവും ഭയവും. അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീയെ അവസാനിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു എന്ന് പറയുന്നവനെ ഒരു വെള്ള പൂശാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഒരാൾക്കും ഒരാളെയും കൊലപ്പെടുത്താനുള്ള അധികാരമില്ല. ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കണം. ഇങ്ങനെ ശിക്ഷകൾ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സംശയത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇതിങ്ങനെ കൂടിക്കൂടി വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ പെണ്ണുങ്ങൾക്ക് അവിഹിതമാണെങ്കിൽ ആണുങ്ങൾ വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് ഈ പണി ചെയ്യും. നേരെ മറിച്ച് ആണുങ്ങൾക്ക് അവിഹിതമാണെങ്കിൽ പെണ്ണുങ്ങൾ എന്താ ചെയ്യുക? പെണ്ണുങ്ങൾ ഇതും സഹിച്ചുകൊണ്ട് മക്കളെയും നോക്കിയിട്ട് അവൻ്റെ അവഗണനയും ഇതും എല്ലാം സഹിച്ചുകൊണ്ടിരിക്കണ്ടേ? അതാണ് പറയുന്നത്. അതായത് ആണുങ്ങൾ പെട്ടെന്ന് തന്നെ പ്രതികരിക്കും, പെണ്ണുങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കില്ല. അവർ ജീവിക്കാനുള്ള ഇത് നോക്കുക. ഇന്നലെ ഇപ്പം തന്നെ ഒരു സിനിമാ താരം പറയുന്നത് കേട്ടില്ലേ? അതായത് അവർ പ്രസവിച്ച് കിടക്കുമ്പോഴും മറ്റൊരു സ്ത്രീയുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആൾക്കാർ വരെയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരെ എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടിച്ച് ഒഴിവാക്കണം. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ഒരു നേരമെങ്കിലും അഭിഹിതത്തിന് പോയവനെ പിന്നെ നമ്മൾ കൂട്ടരുത്. അതാണായാലും പെണ്ണായാലും ശരി, അഭിഹിതത്തിന് പോയിട്ടുണ്ടോ ആ വന്ന ഭിന്നരെന്ന് പറഞ്ഞാൽ അവർ പുറത്തായിരിക്കണം, അവരുടേതായ വഴിക്ക് വിട്ടേക്കണം. എന്നിട്ടൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക. നന്ദി, നമസ്കാരം.